നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. വിജയ് ഹസാരെ ട്രോഫിയിൽ CSKയുടെ താരങ്ങൾ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കുക, മഹാരാഷ്ട്ര വേഴ്സസ് മുംബൈ മത്സരം പുരോഗമിക്കുകയാണ്. അതിൽ രുദ്രാജ് ഗെയ്ക്വാദ്, അവരുടെ നായകൻ, കിടിലൻ അർദ്ധ സെഞ്ചുറി നേടുകയുണ്ടായി. 52 പന്തുകളിൽ നിന്ന് 7 ഫോറുകളുടെ സഹായത്തോടെ അദ്ദേഹം 66 റൺസ് അടിച്ചു. ഇതോടുകൂടി ഇപ്പോൾ രുദ്രാജ് ഗെയ്ക്വാദിൻ്റെ ഒരു ലിസ്റ്റ് കരിയറിലെ ആവറേജ് എടുത്ത് നോക്കിയാൽ 50 ഇന്നിങ്സുകളെങ്കിലും മിനിമം കളിച്ച താരങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാറ്റിംഗ് ആവറേജുള്ള കളിക്കാരനായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. ചരിത്രം ഇവിടെ കുറിക്കപ്പെട്ടു. കൂടാതെ രാമകൃഷ്ണ ഘോഷിൻ്റെ ഒരു പ്രകടനം, അദ്ദേഹം പൊളിച്ചടുക്കിയ പ്രകടനമാണ് ഈ കളിയിൽ നടത്തിയിരിക്കുന്നത്. 28-കാരനായ താരം 27 പന്തിൽ നിന്ന് 3 ഫോറും 5 സിക്സറും അടക്കം 64 റൺസ്. 237.04 സ്ട്രൈക്ക് റേറ്റിൽ 64 റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു. അങ്ങനെയാണ് മഹാരാഷ്ട്ര ഒരു പടുകൂറ്റൻ സ്കോർ അടിച്ചു കൂട്ടിയത്. 366 റൺസ്, 4 വിക്കറ്റിന് 366 റൺസാണ് അവിടെ പിറന്നതെന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. പ്രധാനപ്പെട്ട ബൗളർമാരൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഷാർദുൽ താക്കൂർ, തുഷാർ ദേശ്പാണ്ഡെ, തനുഷ് കോട്ടിയാൻ, ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ള മികച്ചൊരു സ്കോർ അടിക്കാൻ കഴിഞ്ഞു. അതേസമയം മുംബൈയുടെ ഭാഗത്ത് നിന്ന് ഇനി എന്ത് തരത്തിലുള്ള പ്രതികരണം വരും എന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുകയാണ്. അതവിടെ നടക്കട്ടെ. അതേസമയം തന്നെ മറ്റൊരു താരം, വലിയ തുക കൊടുത്ത് അവർ സ്വന്തമാക്കിയിട്ടുള്ള മറ്റൊരു താരം, യുവതാരം പൊളിച്ചെടുക്കുന്ന പ്രകടനം വിജയ് ഹസാരെ ട്രോഫിയിലെ മറ്റൊരു മത്സരത്തിൽ നടത്തി. അതായത് ജമ്മു കാശ്മീരിനെതിരെയുള്ള മത്സരത്തിൽ പ്രശാന്ത് വീർ 18 പന്തുകളിൽ നിന്ന് 37 നോട്ട് ഔട്ട് എന്ന രൂപത്തിലാണ് തൻ്റെ ഇന്നിങ്സ് അവസാനിപ്പിച്ചത്. അതും ആക്കിബ് നബി, അടുത്ത IPL വലിയ പ്രതീക്ഷയിൽ പലരും കാണുന്ന താരമാണല്ലോ ആക്കിബ് നബിക്കെതിരെ 13 പന്തുകളിൽ നിന്ന് ആക്കിബ് നബിയുടെ 13 പന്തുകൾ നേരിട്ടപ്പോൾ 34 റൺസാണ് അടിച്ചു കൂട്ടിയത്. ആകെ ടോട്ടൽ 18 പന്തുകളിൽ നിന്ന് 37 നോട്ട് ഔട്ട്. സോ കിടിലൻ പ്രകടനം പ്രശാന്ത് വീറും നടത്തുകയുണ്ടായി. ചുരുക്കത്തിൽ CSKക്ക് സന്തോഷിക്കാനുള്ള ഒരു ദിവസമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നത്. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.